ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത MLA KK വത്സരാജ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും KK വത്സരാജ്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി യുവാവ്. കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവിന്റെ അഭ്യർത്ഥന. പാവറട്ടി മരുതയൂർ കുണ്ടുവക്കടവിലെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായി ജലസംഭരണി. ദേശീയപാത 66 തൃശൂർ റീച്ചിൽ പ്രവേശന കവാടങ്ങൾ അശാസ്ത്രീയമെന്ന് പരാതി. അശാസ്ത്രീയമായ കവാടങ്ങൾ യാത്രാക്ലേശം രൂക്ഷമാക്കുന്നുവെന്ന് നാട്ടുകാർ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രം. ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ആറ്റത്ര പണിക്കത്ത് വീട്ടിൽ വിബിത സുനീഷ്, മുരിങ്ങത്തേരി വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് ഇടിമിന്നലുണ്ടായത്. ഇരു വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV, സെറ്റപ്പ് ബോക്സ് എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സംഭവസ്ഥലം വാർഡ് മെമ്പർ ഫ്രിജോ വടുക്കൂട്ട് സന്ദർശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. ഈ സമയം സഞ്ചാരികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വലിയ തിരമാല വന്നതോടെ സഞ്ചാരികൾ പരിഭ്രാന്തരായി. കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. ചാവക്കാട് ബീച്ചിൽ അടിക്കടി ഉണ്ടാവുന്ന വേലിയേറ്റം മൂലം വെള്ളം കയറുന്നത് വ്യാപാരികൾക്കും സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ അപ്രതീക്ഷിത വേലിയേറ്റം. കടൽവെള്ളം റോഡിലേക്ക് അടിച്ചു കയറി. അഞ്ചങ്ങാടി വളവിൽ മെയിൻ റോഡ് വെള്ളത്തിൽ മുങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P അഷ്കർ അലി, PV ദിലീപ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത MLA KK വത്സരാജ് ആവശ്യപ്പെട്ടു. ജില്ലയുടെ തീരദേശ മേഖലയിൽ അവയവ കച്ചവടം നടത്തുന്ന മാഫിയ പിടിമുറുക്കിയിരിക്കുന്നതായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അവയവ മാഫിയ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. ഇത്തരം ആളുകളുടെ കൈകളിൽ കൂടുതൽ അകപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് എന്നതും ഏറെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് KK വത്സരാജ് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി മോഷ്ടാവ്. കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് അഭ്യർത്ഥിക്കുന്നു. അരിയന്നൂർ പോക്കാക്കില്ലത്ത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീടിന്റെ പുറകുവശത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും ഒപ്പം മാപ്പപേക്ഷ എഴുതിയ കത്തും ലഭിച്ചത്. മോഷ്ടിച്ച 10 പവനിൽ 2 പവൻ ഇതിനോടകം വിറ്റതായും ബാക്കി 8 പവൻ തിരികെ നൽകുന്നതായുമാണ് കത്തിൽ പറയുന്നത്. മാപ്പു സ്വീകരിച്ച് മോഷണക്കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവ് കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്.
പോലീസ് എത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മോഷ്ടാവിന് മാനസാന്തരമുണ്ടായത്. മോഷ്ടാവിന്റെ മുഖം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ താൻ ഉടൻ പിടിയിലാകുമെന്ന് ഭയന്നാണ് സ്വർണം തിരികെ നൽകിയതെന്നാണ് കരുതുന്നത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്വർണ്ണാഭരണങ്ങളും കത്തും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി. മോഷ്ടാവിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, ഗുരുവായൂർ. പാവറട്ടി മരുതയൂർ കുണ്ടുവക്കടവിലെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലാണ് കുണ്ടുവക്കടവ് ജലസംഭരണി. കുടിവെള്ള ടാങ്കിന്റെ അടിഭാഗത്തെ സിമന്റ് പ്രതലം അടർന്നു വീണിരിക്കുകയാണ്. കോൺക്രീറ്റിലെ തുരുമ്പിച്ച ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തെളിഞ്ഞു കാണുന്ന നിലയിൽ ജലസംഭരണി ദുർബലമാണ്. ശക്തമായ മഴയിൽ ജലസംഭരണി തകർന്നു വീഴുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. തീരദേശ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ആശ്രയമായിരുന്നു ഈ വാട്ടർ ടാങ്ക്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിലവിൽ ടാങ്കിൽ വെള്ളം സംഭരിക്കാതെ നേരിട്ട് പമ്പ് ചെയ്ത് വിതരണം നടത്തുകയാണ്. ടാങ്കിന്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾക്കും വഴിയാത്രക്കാർക്കും ജലസംഭരണി ഭീഷണിയാണ്. അപകടാവസ്ഥയിലായ ജലസംഭരണി അടിയന്തരമായി പൊളിച്ചു നീക്കുകയോ ബലപ്പെടുത്താനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ പാവറട്ടി തൃത്താല കുടിവെള്ള പദ്ധതി പൂർത്തിയാകുന്നതോടെ മാത്രമേ നിലവിലെ ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സമീപത്തെ കിണറിനോട് ചേർന്ന് പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാവറട്ടി പഞ്ചായത്ത് അധികൃതർക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. ദേശീയപാത 66 തൃശൂർ റീച്ചിൽ പ്രവേശന കവാടങ്ങൾ അശാസ്ത്രീയമെന്ന് പരാതി. അശാസ്ത്രീയമായ ഈ സംവിധാനം യാത്രാക്ലേശം രൂക്ഷമാക്കുന്നുവെന്ന് ചാവക്കാട് മേഖലയിലെ നാട്ടുകാർ ആരോപിക്കുന്നു. ചാവക്കാട് ഭാഗത്തു നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മണത്തലയിൽ നിന്നാണ് നിലവിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ പിന്നീട് 8.5 കിലോമീറ്റർ കഴിഞ്ഞ് അകലാട് ബദർ പള്ളിക്ക് സമീപം മാത്രമേ ദേശീയപാതയിലേക്ക് അടുത്ത എൻട്രി പോയിന്റ് ലഭ്യമാകൂ. ഇതിനിടയിൽ രണ്ടിടങ്ങളിൽ ദേശീയപാതയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത് യാത്രാ ദുരിതം വർദ്ധിപ്പിക്കുകയാണെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും പൊതുപ്രവർത്തകനായ KK ഹംസ പറഞ്ഞു. റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇതിനകം തന്നെ എക്സിറ്റ് ബോർഡുകളും എൻട്രി ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് തീർത്തും ജനങ്ങൾക്ക് ഒട്ടും സൗകര്യപ്രദമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ചാവക്കാട് നിന്ന് വരുമ്പോൾ മണത്തലയിൽ നൽകുന്ന എൻട്രി പിന്നീട് ഏകദേശം 8.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് മറ്റൊരു എൻട്രി ലഭ്യമാവുന്നത്. ഇത് തീർത്തും അശാസ്ത്രീയമാണ്. പാലം കയറുന്നതിന് മുന്നേ എക്സിറ്റും പാലം ഇറങ്ങുമ്പോൾ എൻട്രിയും വളരെ വ്യക്തമായി എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കുമ്പോൾ തൃശൂർ ജില്ലയിൽ അത്തരത്തിലുള്ളൊരു മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഗുരുതരമായ അപാകത ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. റോഡ് നിർമ്മാണ സമയത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനപ്രതിനിധികൾ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്നും ആരോപണമുണ്ട്. തൃശൂർ റീച്ചിലെ പ്രത്യേകമായ ഈ മാറ്റം ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പണി പൂർത്തീകരിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം. വിശുദ്ധ അന്തോണീസിന്റെ 3 തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥ കേന്ദ്രത്തിലേക്ക് തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നടന്നു. 1 ലക്ഷം പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.
French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാൻ ആക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കുറ്റിച്ചിറ തൃക്കൂക്കാരൻ വീട്ടിൽ ആഷൻ ആൻഡോ, ചാലക്കുടി ഹൌസിംഗ് ബോർഡിലെ കൈതയിൽ ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനത്തിൽ വിശദീകരണവുമായി പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന തന്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള വിവരശേഖരണത്തിനായാണ് ക്ഷേത്രം സന്ദർശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല, കേരളത്തിലെ അനേകം ആരാധനാലയങ്ങളിൽ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിലും പോയി. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലും നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തി. ഇതെല്ലാം ഭക്തി പ്രകടനമായല്ല, സമൂഹത്തെയും ചരിത്രത്തെയും ജനവിശ്വാസങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായാണ് ഉപയോഗിച്ചതെന്നും പി ജയരാജൻ പറഞ്ഞു. തൃശൂർ എരുമപ്പെട്ടിയിൽ മദ്യലഹരിയിൽ ബസ് ഓടിച്ച ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി അത്താണി റൂട്ടിൽ സർവീസ് നടത്തുന്ന ചെറിയത്ത് ബസ്സിലെ ഡ്രൈവർ മുണ്ടത്തിക്കോട് പുതുരുത്തി വടക്കേക്കര വീട്ടിൽ സുധീഷിനെയാണ് എരുമപ്പെട്ടി പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യലഹരിയിലായിരുന്ന ബസ് ഡ്രൈവർ പിടിയിലായത്. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവ് നായയുടെ ആക്രമണം. കടങ്ങോട്, മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. എരുമപ്പെട്ടി തിപ്പല്ലൂർ തച്ചാട്ടിരി മനോജിന്റെ മകൾ അതിരിത, കാണിപ്പയ്യൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് മണ്ടംപറമ്പ് ചുള്ളിവളപ്പിൽ ബാലൻ, മനപ്പടി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ PT സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടികളായ അതിരിതയ്ക്കും ആദിദേവിനും വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായയുടെ കടിയേറ്റത്. മറ്റുള്ളവർക്ക് റോഡരികിൽ വെച്ചുമാണ് കടിയേറ്റത്. പരിക്കേറ്റ 6 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവ് നായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം കെ ഗോവിന്ദൻകുട്ടി പറഞ്ഞു. 2 മാസം മുമ്പ് വെള്ളറക്കാട് കൊല്ലൻപടിയിൽ വയോധിക കാർത്യാനിയെ പേവിഷബാധയുള്ള തെരുവ് നായ കടിച്ചു കൊന്നിരുന്നു. അവിടെ നിൽക്കാർന്ന്. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്ത്. ഇപ്പൊ ഇറങ്ങിക്കില്ല. അവൻ പേടിച്ച അനങ്ങിയില്ല, കരഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലേനു. കാലത്ത് ഞാൻ പണിക്ക് പോകായിരുന്നു. അപ്പോഴാണ് ഒരു നായ വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ ചുട്ട് നോക്കിയപ്പോ നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ അതിന്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു തങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവര് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു എന്ന്. ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലും ഒക്കെ നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്. ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനം മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പാവറട്ടി പുതുമനശ്ശേരി സ്വദേശി തെരുവത്ത് വീട്ടിൽ ഫംസീറാണ് പിടിയിലായത്. സ്വകാര്യ ബസ് ഡ്രൈവറുടെ ഇരുചക്ര വാഹനമാണ് ഇയാൾ മോഷ്ടിച്ചത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഫംസീർ. പ്രതി പാവറട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയതറിഞ്ഞ ബസ് ജീവനക്കാരും നാട്ടുകാരും പാവറട്ടി പോലീസും ചേർന്ന് ഇയാളെ പിടികൂടി ചാവക്കാട് പോലീസിന് കൈമാറി. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കലാമണ്ഡലം മുതൽ ചെറുതുരുത്തി കൊച്ചിൻ പാലം വരെയും
ടൗണിലുമുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതായി പരാതി. ഇതുമൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്കിടിച്ച വയോധികൻ മരിച്ചിരുന്നു. ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സീബ്ര ലൈൻ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പകലും രാത്രിയിലും വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ സീബ്ര ലൈൻ വരയ്ക്കണമെന്ന് കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എം ഹനീഫ പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് നീരാട്ടുകുഴി റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ. വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് ഒഴുകുന്ന കൈത്തോട്ടിലാണ് സാമൂഹിക വിരുദ്ധ സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. വീടുകൾക്ക് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ദുർഗന്ധം മൂലം മൂക്കുപൊത്തി കഴിയേണ്ട ഗതികേടിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വിവരം അറിയിച്ചതായി സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ അറിയിച്ചു. കയ്പമംഗലം കാക്കാതിരുത്തി പള്ളിവളവിൽ വ്യാപാരി കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു. NKV ട്രേഡേഴ്സ് സ്ഥാപന ഉടമ പടിയൂർ സ്വദേശി നമ്പിപ്പുഞ്ഞലത്ത് വീട്ടിൽ 60 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൻകിടക്കാരുടെ കുതിപ്പിൽ തളർന്ന് കുന്നംകുളത്തെ നോട്ട് ബുക്ക് വ്യവസായം. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച വർണ്ണാഭമായ ചട്ടകളുള്ള കുന്നംകുളം പുസ്തകങ്ങൾ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഹരമായിരുന്നു. യന്ത്രങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് ഓരോ ബൈൻഡിംഗ് യൂണിറ്റും 100 കണക്കിന് കുടുംബങ്ങളുടെ അന്നമായിരുന്നു. പേപ്പർ മടക്കാനും തുന്നാനും ഒട്ടിക്കാനുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. 243 യൂണിറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് കഷ്ടിച്ച് 25 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടെയാണ് കുന്നംകുളത്തെ ചെറുകിട യൂണിറ്റുകൾ പ്രതിസന്ധിയിലായത്. ആധുനിക യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെ വലിയ തോതിൽ ഉൽപാദനം നടത്തുന്ന ഈ കമ്പനികളോട് മത്സരിക്കാൻ പഴയ രീതിയിലുള്ള ബൈൻഡിംഗ് യൂണിറ്റുകൾക്ക് സാധിക്കുന്നില്ല. ഭൂരിഭാഗം തൊഴിലാളികളും മറ്റു മേഖലകളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. 1 കിലോ പേപ്പറിന് 90 രൂപ നൽകി പുസ്തകം നിർമ്മിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 23 മുതൽ 28 രൂപ വരെ മാത്രമാണ് നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇതേ പുസ്തകം വിപണിയിൽ 70 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. വൻകിട കമ്പനികളുടെ പുസ്തകങ്ങൾക്ക് 6 മുതൽ 15 രൂപ വരെ വില കൂടുതലുണ്ടായിട്ടും ലഭ്യതയുടെ പേര് പറഞ്ഞ് കച്ചവടക്കാർ പ്രാദേശിക നിർമ്മാതാക്കളെ ചൂഷണം ചെയ്യുകയാണ്. ചിതറിക്കിടക്കുന്ന ചെറുകിട യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ആധുനിക വിപണന രീതികളുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ കുന്നംകുളത്തിന്റെ അക്ഷരപ്പെരുമ ഭാവിയിലേക്കും നിലനിർത്താൻ സാധിക്കൂ. TCV കുന്നംകുളം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി അവശനായ തെരുവ് നായയ്ക്ക് രക്ഷകനായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ. ദിവസങ്ങളായി പാത്രം കുടുങ്ങിയ നിലയിൽ അലഞ്ഞു തിരിയുകയായിരുന്ന നായയെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നായയെ പിടികൂടി മുഖത്തെ പാത്രം മുറിച്ചു മാറ്റിയത്. പ്ലാസ്റ്റിക് പാത്രം നീക്കം ചെയ്തതോടെ ദിവസങ്ങളായി ശ്വാസമെടുക്കാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടിയിരുന്ന നായ സുരക്ഷിതമായി മടങ്ങി.
ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. അരികന്നിയൂർ ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പ്രഭാകരൻ പ്രണവം അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് ഗുരുവായൂർ, മണിഗ്രാമം മാതൃസമിതി സെക്രട്ടറി ഉഷ ശിവൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി സദാനന്ദൻ താമരശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ കാരയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആചാര്യവരണം, വിഗ്രഹ ഘോഷയാത്ര, മഹാത്മ്യ പ്രഭാഷണം എന്നിവയും 108 പേർ പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. 18 വൈകിട്ട് 5 പാതിരാക്കുന്നത്ത് രുദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് സപ്താഹത്തിന്റെ ആചാര്യൻ. മറ്റത്തൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വാഴ കർഷകർക്ക് വേണ്ടി പരിശീലന ക്ലാസ് നടത്തി. ക്ലാസ് കൃഷി ഓഫീസർ VU ദിവ്യ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ബിജു, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, കൃഷി അസിസ്റ്റന്റ് MK ജിഷ, ADC മെമ്പർ AK രാജൻ എന്നിവർ സംസാരിച്ചു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാഗേഷ് ക്ലാസ് നയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം നിയുക്ത MLA ഗീതാ ഗോപി വോട്ടർമാരോട് നന്ദി പറയാൻ മണ്ഡല പര്യടനം നടത്തി. വലപ്പാട്, നാട്ടിക, തളിക്കുളം, ചേർപ്പ് പഞ്ചായത്തുകളിലെ 100ഓളം കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. നേതാക്കളായ PK ഷാജൻ, ഷീല വിജയകുമാർ, KP സന്ദീപ്, AS ദിനകരൻ, KK ജോബി തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി. പെരുമണ്ണൂരിൽ നടന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചങ്ങരംകുളം ലാസ്മോസ് FC ജേതാക്കളായി. സമാപന ചടങ്ങിൽ നിയുക്ത MLA VT ബൽറാം മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ബാലൻ കരിമ്പനയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ പഴഞ്ഞിയിൽ ആരംഭിച്ച പുതിയ അടയ്ക്ക മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. റോഡിലേക്ക് ഇറക്കി പണിത കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് BJP പരാതി നൽകി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കുന്നത്ത്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അരുൺ ഗഗനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവത്ര TM മഹൽ ഓഡിറ്റോറിയത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി വനിതാ സംരംഭകരുടെ എക്സ്പോ സംഘടിപ്പിക്കുന്നു. വനിതകളുടെ കൂട്ടായ്മയായ എംപവർ ഗ്രൂപ്പാണ് സംഘാടകർ. രാവിലെ 10 മുതൽ രാത്രി 8 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 100-ലധികം സ്റ്റാളുകളാണ് സജ്ജീകരിക്കുന്നത്. പ്രാദേശിക വനിതാ കൂട്ടായ്മകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനും കുറഞ്ഞ നിരക്കിൽ സ്റ്റാളുകൾ ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർമാരായ സീമ അബ്നാസ്, ഫൗസിയ നജീബ്, സജിത ഷിനോജ്, KP ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു. പാവർട്ടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനായുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ നിർമ്മാണം ഇനിയും യാഥാർത്ഥ്യമായില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ മുനമലെ മുരളി പെരുന്നെല്ലി പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്ന സ്ഥലത്ത് NCF നിർമ്മാണത്തിന് തറക്കല്ലിട്ടിരുന്നു. എന്നാൽ തുടർന്ന് വന്ന ഭരണസമിതി പദ്ധതിക്ക് ആവശ്യമായ പ്രാധാന്യം നൽകിയില്ല എന്നാണ് ആക്ഷേപം. നിലവിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന് താഴെ വാഹന പാർക്കിങ്ങിനായി ഒരുക്കിയ സ്ഥലത്തും മത്സ്യ മാർക്കറ്റിന് മുകളിലുമാണ് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നത്. NCF നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ഹരിതകർമ്മ സേനയ്ക്ക് സുരക്ഷിതമായ പ്രവർത്തന സൗകര്യം ഒരുക്കണമെന്നും സമഗ്ര മാലിന്യ സംസ്കരണ സംവിധാനം പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ 49ാം വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ KA നജാഹ്, ഭാരവാഹികളായ ഷൈന ജോർജ്, TK ഷാജി, KJ ശ്രീജിത്ത്, PK സത്യശീലൻ, VA അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷന്റെ സാമ്പത്തിക സഹായത്തോടെ
കൊടുങ്ങല്ലൂർ നഗരത്തെ പൂർണ്ണമായും CCTV ക്യാമറ നെറ്റ്വർക്ക് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്ക് പൊതുയോഗം അംഗീകാരം നൽകി. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കുന്ന ഭവന പദ്ധതിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ നൌഷാദ് അഹമ്മുവിന്റെ വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടി. 4 അടിയോളം നീളമുള്ള ചേരയാണ് കൂട്ടിൽ കണ്ടെത്തിയത്. കിളികളുടെ അസ്വാഭാവികമായ ബഹളം കേട്ട് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. കൌൺസിലർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. പറപ്പൂർ സെന്റ് ജോൺ നെബുൻസ്യാൻ ഫൊറോന ദേവാലയത്തിൽ ഇടവക ദിനാഘോഷം നടത്തി. മേരിമാത മേജർ സെമിനാരി റെക്ടർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ഏഞ്ചൽ ജോൺസൺ, പ്രോഗ്രാം കൺവീനർ PR ജോൺസൺ, പ്രതിനിധി യോഗം സെക്രട്ടറി CR ജാസൻ, ഫാദർ അജിൽ മാങ്ങൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കൂളറുകൾ സംഭാവന നൽകി. ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സജികുമാറിൽ നിന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മിനിമോൾ കൂളറുകൾ ഏറ്റുവാങ്ങി. ജില്ലാ വിമുക്തി മാനേജർ വിനീത് രവി, എക്സൈസ് ഇൻസ്പെക്ടർ നീനു മാത്യു, എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ മനാഫ്, ജില്ലാ സെക്രട്ടറി VB ശ്രീജിത്ത്, പ്രസിഡന്റ് VG ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,115 രൂപ, പവന് 1,12,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ആറ്റത്ര മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശം. വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിലും അഞ്ചങ്ങാടി വളവിലും അപ്രതീക്ഷിത വേലിയേറ്റം. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത MLA KK വത്സരാജ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും KK വത്സരാജ്. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പ് അപേക്ഷയുമായി മോഷ്ടാവ്. കേസ് പിൻവലിക്കണമെന്നും മോഷ്ടാവിന്റെ അഭ്യർത്ഥന. പാവറട്ടി മരുതയൂർ കുണ്ടുവക്കടവിലെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായി ജലസംഭരണി. ദേശീയപാത 66 തൃശൂർ റീച്ചിൽ പ്രവേശന കവാടങ്ങൾ അശാസ്ത്രീയമെന്ന് പരാതി. അശാസ്ത്രീയമായ കവാടങ്ങൾ യാത്രാക്ലേശം രൂക്ഷമാക്കുന്നുവെന്ന് നാട്ടുകാർ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രം. ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.